ജോർജിയ ജീസസിന് ബ്രസീലിന്റെ പരിശീലകനാകണത്രേ. നെയ്മർ ജൂനിയർ ഇൻസൾട്ട് ചെയ്തത് നമ്മൾ മറന്നിട്ടുണ്ടാവില്ല ആരും. ആരാണ് ജോർജിയ ജീസസ് അറിയാത്തവർക്ക് വേണമെങ്കിൽ ഒന്ന് പറഞ്ഞുതരാം. അൽ ഹിലാലിന്റെ പരിശീലകനാണ്. നെയ്മർ ജൂനിയർ പരിക്കിന്റെ പിടിയിലായിട്ട് മാസങ്ങളോളം അൽ ഹിലാൽ പുറത്തിരുന്നിട്ട് അവസാനം തിരിച്ചുവരവിന്റെ പക്കത്തെത്തിയ സമയത്താണ് നെയ്മർ ജൂനിയറെ ഇൻസൾട്ട് ചെയ്യുന്ന സംസാരം ജോർജിയ ജീസസിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? നെയ്മർ ജൂനിയർക്ക് ഇനി ടീമിലെ മറ്റുള്ള താരങ്ങളെ പോലെയൊന്നും കളിക്കാൻ കഴിയില്ല, അല്ലാന്നുണ്ടെങ്കിൽ നെയ്മർ ജൂനിയർക്ക് ഇനി ആ പഴയ നിലവാരത്തിലൊന്നും എത്താൻ കഴിയില്ല എന്നുള്ള ഒരു സംസാരം. നെയ്മർ ജൂനിയർ അത്രയും തരം താഴ്ത്തി അദ്ദേഹത്തെ സംസാരിച്ചു അന്ന് അദ്ദേഹം. സൗദി പ്രോ ലീഗിൽ നെയ്മറെ രജിസ്റ്റർ ചെയ്യാതെ, നെയ്മർ ജൂനിയറെ കളിപ്പിക്കാതെ അദ്ദേഹത്തിന്റെ ടീമിൽ നിന്ന് നെയ്മറെ തഴഞ്ഞു. അങ്ങനെ നെയ്മർ സാന്റോസിലെത്തി. അതാണ് പാസ്റ്റ്. ഇപ്പോൾ സാന്റോസിലെ 1-2 ഗെയിമുകളൊക്കെ നെയ്മർ അടിപൊളിയായി കളിച്ച സ്ഥിതിക്ക് അന്ന് അദ്ദേഹത്തിന്റെ അഭിനന്ദനങ്ങൾ നേർന്ന് അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു. എന്തിനാണ് നെയ്മർക്ക് അന്ന് അഭിനന്ദനങ്ങൾ നേർന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. അദ്ദേഹത്തിന് ബ്രസീലിന്റെ കോച്ചാവണം. കുറച്ച് മുന്നേ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ബ്രസീലിന്റെ പരിശീലകനാവണം, ചാമ്പ്യനാവണം എന്നൊക്കെ അദ്ദേഹം കുറച്ച് മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നെയ്മറെ സുഖിപ്പിക്കുകയല്ലാതെ ബ്രസീലിലേക്ക് വരാനുള്ള ഒരു ഓപ്ഷൻ അദ്ദേഹത്തിനില്ല. കാരണം ഇപ്പം ബ്രസീലിന് കോച്ചിന് കിട്ടാനില്ല. മൊത്തത്തിൽ പറഞ്ഞാൽ ഏഞ്ചലോട്ടിയുമായിട്ട് ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ ഒരു പ്ലാനായിട്ട് അത് അവിടെ നിൽക്കുന്നുണ്ട് എങ്കിലും ഒരു കൺഫർമേഷൻ ആ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടില്ല. പക്ഷേ ജോർജിയ ജീസസ് വരികയാണെങ്കിൽ നെയ്മർ ജൂനിയർക്ക് അത്ര അത് ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് അവർ തമ്മിലുള്ള ബന്ധം. അങ്ങനെയാണ് അവർ തമ്മിൽ അൽ ഹിലാലിൽ നിന്ന് പിരിഞ്ഞിട്ടുള്ളത്, 2 പേരും.